ആദ്യത്തെ 5 ഹദീസുകൾ നാം വായിച്ചിരുന്നു. അതിൽ റമദാനെ സംബന്ധിച്ചുള്ള ശ്രേഷ്ഠതകൾ പറഞ്ഞു. ശുദ്ധ റമദാൻ നമുക്ക് മഗ്ഫിറത്ത് നൽകുന്നു. ഒരു റമദാൻ മുതൽ വരുന്ന റമദാൻ വരെ ഒരാൾക്ക് മഗ്ഫിറത്താണെന്നും അതുപോലെ മറ്റു വിശദീകരണങ്ങളും മസലകളുമൊക്കെ നാം അനുബന്ധമായി ഇന്നലത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കൂടി വായിക്കാം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل عمل ابن آدم يضاعف الحسنة عشر أمثالها إلى 700 ضعف قال الله عز وجل إلا الصوم فإنه لي وأنا أجزي به يدع شهوته وطعامه من أجلي للصائم فرحتان فرحة عند فطره وفرحة عند لقاء ربه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. പ്രസിദ്ധനായ സഹാബിയാണ്, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു തആല നന്മ അധികരിപ്പിച്ചു കൊടുക്കും. അത് 10 മുതൽ ഇലാ 700 വരെ അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നൽകും. ഒരാളുകളുടെയും ഇഖ്ലാസും ആത്മാർത്ഥതയും പരിഗണിച്ചുകൊണ്ട് ഒരു നന്മയ്ക്ക് തന്നെ വ്യത്യസ്ത കൂലികൾ അല്ലാഹു തആല നൽകും. അതേസമയം തെറ്റുകൾ ചെയ്താൽ അല്ലാഹു തആല അങ്ങനെ ഇരട്ടിച്ച് നൽകുകയില്ല. അതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. നന്മ ചെയ്താൽ 10 മുതൽ 700 വരെ അല്ലാഹു തആല അതിന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. എന്നാൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഇല്ല സൗം, നോമ്പൊഴികെ ഫഇന്നഹു ലി വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താൻ കഴിയില്ല. 10 മുതൽ 700 വരെ എന്ന് പറഞ്ഞ രൂപത്തിലായിരിക്കില്ല നോമ്പിന്റെ പ്രതിഫലം. അതിനേക്കാൾ കൂടുതലാണ്. അതിന്റെ കണക്ക് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഇവിടെ നോക്കൂ, അള്ളാഹുവിന് വേണ്ടി ഇതിന്റെ പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണെന്ന് അല്ലാഹു തആല നോമ്പിനെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞു. അപ്പൊ നമുക്ക് സംശയം വരുമല്ലോ, നിസ്കാരത്തിന്റെയും സദഖയുടെയും ഹജ്ജിന്റെയും മറ്റു പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു തന്നെയാണല്ലോ നൽകുന്നത്. പിന്നെ നോമ്പിന് മാത്രം എന്തേ പ്രത്യേകമായി ഞാനാണ് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞത്? ഇതിന് നിരവധി വിശദീകരണങ്ങൾ ഇമാമിയങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, മറ്റ് ആരാധനകളിൽ ഇല്ലാത്ത കുറെ സംഗതികൾ നോമ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 3 ക്ഷമ നോമ്പിലാണുള്ളത്. ഒന്ന്, സൽക്കർമ്മം ചെയ്യാനുള്ളൊരു ക്ഷമയാണല്ലോ, നോമ്പെടുക്കാനുള്ളൊരു പ്രയാസം. ആ ക്ഷമ നോമ്പിലുണ്ട്. അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന ക്ഷമയും നോമ്പിലാണുള്ളത്. നോമ്പെടുക്കുമ്പോൾ ഹറാമ് നോക്കാതിരിക്കുക, ഹറാം പറയാതിരിക്കുക, അങ്ങനെ അല്ലെ കറാഹത്ത് ചെയ്യാതിരിക്കുക, പറയാതിരിക്കുക, അങ്ങനെയുള്ള എല്ലാ തെറ്റുകളിൽ നിന്നും, നല്ലതല്ലാത്ത കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അതുപോലെ തന്നെ 3ാമത്തെ ക്ഷമയാണ് പ്രയാസങ്ങൾ സഹിക്കുക. വിശപ്പ്, ദാഹം, അങ്ങനെയുള്ളത് രാവിലെ മുതൽ രാത്രി വരെ നാം സഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ 3 ക്ഷമ നോമ്പിൽ മാത്രമാണുള്ളത്. മറ്റു ഭാഗത്തുകളിൽ ക്ഷമയുണ്ട്. നാം നിസ്കാരം എടുത്താൽ അവിടെയും ക്ഷമയുണ്ട്. പക്ഷെ ഈ 3 ക്ഷമയും ഒരുമിച്ച് കൂടിയത് കൂടുതലായി നോമ്പിലാണ്.
അതുകൊണ്ടാണ് നോമ്പിന്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. മറ്റൊരു കാരണം നാം ഭക്ഷണം കഴിക്കുന്നില്ല. മറ്റു ഭാഗത്തുകളെക്കാൾ ഭക്ഷണം കഴിക്കാതെ ഒരുപാട് നേരം ഇരിക്കുന്നുണ്ട്, രാവിലെ മുതൽ രാത്രി വരെ. ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ്. അള്ളാഹു തിന്നുന്നവനോ കുടിക്കുന്നവനോ ഒന്നും അല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അപ്പോൾ ആ ഒരു വിശേഷണം നോമ്പുകാരനിൽ ഉണ്ട്. തഹല്ലഖു ബി അഖ്ലാഖില്ല എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം നോമ്പുകാരനിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ നിലയ്ക്കും നോമ്പിന് മറ്റ് ഭാഗത്തുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധി വിശദീകരണങ്ങളുണ്ട്, എല്ലാം കൂടി പറയാനുള്ള സമയം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം. അവൻ എനിക്ക് വേണ്ടിയാണല്ലോ അവന്റെ വികാരങ്ങളും വിചാരങ്ങളും അതുപോലെ ഭക്ഷണങ്ങളും ഒക്കെ ഉപേക്ഷിച്ചത്. എല്ലാം ഉപേക്ഷിച്ചത്. ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒരു സന്തോഷം നോമ്പ് മുറിക്കുന്ന സമയത്താണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് സ്വാഭാവികമായ ഒരു സന്തോഷം നമുക്കുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയാണല്ലോ, ഇതേവരെ വിശന്നിരുന്നു, അപ്പോ 6:30 ആവാറായി, അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം, ഭക്ഷണം കഴിക്കാറായല്ലോ എന്നൊരു സന്തോഷം ഏതൊരു മനുഷ്യനുണ്ടാകുന്നൊരു സന്തോഷം. അതിനു പുറമെ ഒരു സൽക്കർമ്മം, നോമ്പ് എന്ന വലിയൊരു സൽക്കർമ്മം പൂർത്തിയാക്കിയല്ലോ എന്നൊരു സന്തോഷം. അത് കുറച്ചുകൂടി ഉയർന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ചിന്തയാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കുണ്ടാകുന്ന സന്തോഷം ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ എന്ന സന്തോഷമാണ്. എന്നാൽ സ്വാലിഹീങ്ങളായ ആളുകൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണ്? ഒരു നോമ്പ് പൂർത്തിയാക്കിയല്ലോ, ഒരു സൽക്കർമ്മം പൂർത്തിയാക്കിയല്ലോ എന്ന സന്തോഷം. ഈ സന്തോഷത്തിന് രണ്ട് മാനയുണ്ട്, രണ്ട് അർത്ഥം ഉണ്ട്. മറ്റൊരു സന്തോഷം പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണുമ്പോൾ. അള്ളാഹുവിനെ കുറിച്ചാണ് നാം ജീവിതം ആദ്യം മുതൽ അവസാനം വരെ സംസാരിച്ചത്. അള്ളാഹുവിനെ കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. എന്തൊരു നന്മ ചെയ്യുമ്പോഴും ബിസ്മി പറയുന്നു, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന് അതിരുകളില്ല. നമ്മളെപ്പോഴും പറയുന്ന ആഗ്രഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുമല്ലോ. അതുപോലെ നമ്മുടെ ഒരു ദിവസം എല്ലാ സമയങ്ങളിലും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ പരലോകത്ത് വെച്ചു നാം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന് അതിരുകളില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് സന്തോഷങ്ങൾ, നോമ്പുകാരന്റെ സന്തോഷം അള്ളാഹുവിനെ കാണുമ്പോൾ ഉള്ള സന്തോഷമാണ് ഒരു മുഅ്മിനായ മനുഷ്യന് പ്രധാനമായിട്ടും ഉള്ളത് എന്ന് പറഞ്ഞു. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മളെപ്പോഴും സാധാരണ കേൾക്കുന്ന ഹദീസാണ്, ആരെങ്കിലും റമളാൻ മാസം നോമ്പ് അനുഷ്ഠിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടിയും ആത്മാർത്ഥമായി, എന്നാൽ ഗുഫ്റ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് അല്ലാഹു തആല മാപ്പാക്കുന്നതാണ്, അല്ലാഹു തആല പുറത്തു നൽകുന്നത്. വിശ്വാസവും വേണം, ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിന് വേണ്ടിയാകണം എന്നൊരു ചിന്ത കൂടി ഉണ്ടാകണം. ആളുകളെ അറിയിക്കാനോ ആളുകളുടെ പ്രശംസയ്ക്കോ ഒന്നുമല്ലാതെ അള്ളാഹുവിന് വേണ്ടി ഒരാൾ നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞകാല പാവങ്ങൾ, ഒരു നോമ്പ് തന്നെ മതിയാവും ഒരാൾ ആഖിറത്തിൽ രക്ഷപ്പെടുത്താൻ. സമാനമായ മറ്റൊരു ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാൻ മാസം നിന്ന് നിസ്കരിച്ചാൽ, ആത്മാർത്ഥമായിട്ടും വിശ്വാസപൂർവ്വവും നിന്ന് നിസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകും. ഈ രണ്ട് ഹദീസിലും പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത്
ഇവിടെ പറഞ്ഞ മഗ്ഫിറത്ത് നമുക്ക് കിട്ടണം എങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് വേണ്ടിയാകണം എന്ന ചിന്ത ഉണ്ടാകണം. ആളുകൾ എന്ത് പറയും, ഞാൻ നോമ്പനുഷ്ഠിച്ചില്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ നാണക്കേടാണല്ലോ. ആളുകളൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ പോയില്ലെങ്കിൽ എന്തായിരിക്കും? ആളുകളൊക്കെ തറാവീഹ് നിസ്കരിക്കാൻ പോകുന്നു, അപ്പൊ ഞാൻ പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി പോയാൽ ഈ പറഞ്ഞ മഗ്ഫിറത്തൊന്നും ലഭ്യമാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ റിയാ, ഉൾപ്പെരുമ. റിയാ എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നെ കാണണം, അറിയണം, ശേഷം അമലുകളിൽ വന്നുപോയാൽ അമലുകൾ എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫിൽ ഓതുന്നു. അള്ളാഹുവിനെ കാണണം അഥവാ ആഖിറം രക്ഷപ്പെടണമെന്നും അവരുടെ ഇബാദത്തുകളിൽ അവർ ചേർക്കാൻ പാടില്ല. ആരാധന പറഞ്ഞാൽ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടിയാകണം, അതിൽ വേറെ ഒരു ലക്ഷ്യവും പാടില്ല. ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ഞാൻ നിസ്കരിച്ചു, ഞാൻ ഖുർആൻ ഓതി, അങ്ങനെ സൽക്കർമ്മങ്ങൾ ആളുകളോട് പറയുന്ന അവസ്ഥ ഉണ്ടാക്കി. മഹാന്മാർ പറഞ്ഞത് കാണാം, നിങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെക്കൂല. നിങ്ങൾക്കൊരു ന്യൂനതയുണ്ട്, നിങ്ങൾക്കൊരു തെറ്റുണ്ട്, എന്നാൽ ആ തെറ്റ് നിങ്ങൾ മറച്ചു വെക്കില്ലേ? അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും നിങ്ങൾ മറച്ചു വെക്കണം, ആളുകളെ അറിയിക്കാൻ നടക്കരുത്. ഇങ്ങനെ ചെയ്തു പോയാൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് എല്ലാം നിഷ്ഫലമായി. ഞാൻ രാത്രി 4 മണിക്ക് എണീറ്റു, അല്ലെങ്കിൽ ഞാൻ ഇന്ന സദക്ക കൊടുത്തു, ഞാൻ 20 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മഴ പെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ സാധാരണ സംസാരങ്ങളിൽ വരുന്ന വാക്കുകളുണ്ട്. അതൊക്കെ നമ്മുടെ അമലുകളെ ഇല്ലാതാക്കണം. എന്നാൽ ചിലപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പറഞ്ഞു പോയതല്ല, ഒന്ന് കരുതിക്കൂട്ടി പറഞ്ഞു, അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു. അപ്പൊ ഏതായാലും സംസാരങ്ങളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സൽക്രമങ്ങൾ മറ്റാരും അറിയാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകും. അള്ളാഹു മാത്രം അറിയേണ്ട ആവശ്യമില്ലേ? അപ്പൊ അതുകൊണ്ട് ആരാധനകൾ അള്ളാഹുവിന് വേണ്ടിയാകണം. ഈ പറഞ്ഞ മഗ്ഫിറത്തുകൾ ഒക്കെ നമുക്ക് ലഭ്യമാകണമെങ്കിൽ എല്ലാ അമലുകളെയും ഹദീസിൽ കാണാം, റിയാഅ് എല്ലാ സൽക്കർമ്മങ്ങളെയും കരിച്ചു കളയുന്ന സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ഒന്നും റിയാഅ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. عن أبي ذر رضي الله عنه قال رسول الله صلى الله عليه وسلم من قام مع الإمام حتى ينصرف كتب الله له قيام الليل. ആരെങ്കിലും ഇമാമിനോടൊപ്പം തറാവീഹ് നിസ്കരിച്ചാൽ, പൂർണ്ണമായി നിസ്കരിച്ചാൽ, ഇമാമ് പിരിഞ്ഞു പോകുന്നത് വരെ ഇമാമിനോടൊപ്പം നിസ്കരിച്ചാൽ അവന് രാത്രി മുഴുക്കെ നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി അല്ലാഹു തആല നൽകുന്നു. അപ്പൊ ഈ പറഞ്ഞത് തറാവീഹിന്റെ മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിലും ആരെങ്കിലും രാത്രി നിന്ന് നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം തറാവീഹിനെ സംബന്ധിച്ച്. അപ്പൊ റമളാൻ തറാവീഹ് നിസ്കരിക്കേണ്ടത് 20 റക്അത്ത് തന്നെയാണ്. ചില പുതിയ ആശയക്കാർ പറയുന്നത് പോലെ 8 റക്അത്തല്ല. ഇനി ഒരാൾക്ക് എന്തെങ്കിലും അസൗകര്യങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞില്ല എങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന റക്അത്തുകൾ നിസ്കരിക്കാൻ ശ്രമിക്കും. എല്ലാ ദിവസവും പൂർണ്ണമായിട്ട് തന്നെ നിസ്കരിക്കാൻ നമ്മുടെ ക്ലാസിന്റെ സ്ക്രീനും കൂടെ ഒന്ന് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഹദീസ് ഒന്ന് സ്ക്രീൻ ചെയ്തേക്ക്, എല്ലാവർക്കും വായിക്കാനുള്ള സൗകര്യവും.
ശ്രദ്ധിച്ചില്ല. അപ്പോ ഈ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണല്ലോ തറാവീഹ്. അതുകൊണ്ട് തറാവീഹ് ഉണ്ടാക്കണം, പൂർണ്ണമായി തന്നെ നിസ്കരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. ഇനി അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്ന രൂപത്തിലൊക്കെ നിസ്കരിക്കും. പിന്നെ പലർക്കും സംശയമുണ്ട്, ഖളാഉള്ള നിസ്കാരങ്ങൾ ഖളാഉള്ള ആളുകൾ എന്ത് ചെയ്യണം? നിസ്കാരം ഖളാഉള്ള ആളുകളുടെ നിയമം, അവർ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഒഴിച്ച് മുഴുവൻ സമയങ്ങളിൽ നിസ്കാരം ഖളാ കിട്ടണം എന്നാണ് മനസ്സിലാക്കുന്നത്. അത്യാവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോവുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, ജോലിക്ക് പോകേണ്ട ആളാണെങ്കിൽ ജോലിക്ക് പോവുക, അത് കഴിഞ്ഞിട്ട് തുടരുക, അതുപോലെ അത്യാവശ്യം ഉറങ്ങേണ്ടത്, അത് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ സമയങ്ങളിലും നിസ്കാരം ഖളാ വീട്ടണം എന്നാണ് മസല. അത് തറാവീഹിൽ മാത്രം ബാധകമാകുന്ന മസലയല്ല, ഏത് വിഷയത്തിൽ. അങ്ങനെയുള്ള ആൾ പിന്നെ എവിടെ അനാവശ്യമായിട്ട് പോകാൻ പാടില്ല. ഫുൾ ടൈമേയും എല്ലാ സമയത്തും അവർ ഖളാ വീട്ടാൻ വേണ്ടിയാണ് സമയത്ത് വിനിയോഗിക്കുന്നത്. അപ്പൊ തറാവീഹിന്റെ അടുത്ത് മാത്രം വരുന്നൊരു മസലയല്ല ഖളാ വീട്ടുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആ സമയത്ത് കൂടി ഖളാ വീട്ടാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഇനി ഒരാൾ ഖളാവും വീട്ടുന്നില്ല, എന്നാ പിന്നെ തന്നെ അവർക്ക് തറാവീഹ് നിസ്കരിച്ച് അതിന്റെ കൂലിയെങ്കിലും കിട്ടും. عن ابن عباس رضي الله عنه قال لما رجع النبي صلى الله عليه وسلم من حجته قال لأم سنان الأنصارية ما منعك من الحج. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഉമ്മു സിനാൻ അൽ അൻസാരിയ റളിയല്ലാഹു അൻഹയോട് അവിടുന്ന് പറഞ്ഞു, മാ മനഅക്കി മിനൽ ഹജ്ജ്, നിങ്ങൾ എന്താണ് ഇപ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ വരാതിരുന്നത്? അപ്പോൾ ആ മഹദി പറഞ്ഞു, ഖാലത്ത് അബൂ ഫുലാനിൻ തഅനി സൗജഹാ കാന ലഹു നാളിഹാനി ഹജ്ജ അലാ അഹദിഹിമാ വല്ലാഹു യസ്ഖി അർളൻ ലനാ. നമുക്ക് രണ്ട് ഒട്ടകങ്ങളാണുള്ളത്. ഒരു ഒട്ടകത്തിൽ എൻ്റെ ഭർത്താവ് ഹജ്ജിന് പോയി, മറ്റൊരൊട്ടകം ഇവിടുത്തെ നമ്മൾ കൃഷി ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം ഹജ്ജിന് വരാൻ പറ്റിയില്ല നബിയെ എന്നവർ പറഞ്ഞു. അപ്പോൾ ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല ഫഇന്ന ഉംറത്തൻ ഫീ റമളാന തഖ്ലി ഹജ്ജത്തൻ ഔ ഹജ്ജത്തൻ മഈ. റമളാൻ മാസത്തിൽ ഒരാൾ ഉംറ ചെയ്താൽ അത് ഹജ്ജ് ചെയ്ത കൂലിയാണ്, അല്ലെങ്കിൽ എന്നോടൊപ്പം ഹജ്ജ് ചെയ്ത കൂലിയാണ് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ റമളാനിൽ ഉംറ ചെയ്യുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്ത നേട്ടം, കൂലി ഉണ്ട് എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ടാണ് ധാരാളം ആളുകൾ റമളാൻ മാസത്തിൽ ഉംറയ്ക്ക് പോകാറുള്ളത്. നല്ല സമയങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രതിഫലം സാധാരണ സമയത്തേക്കാൾ കൂടുതലാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ ഇതിന്റെ അർത്ഥം ഈ റമളാന് പോയി ഉംറ ചെയ്ത ആള് പിന്നെ അദ്ദേഹത്തിന് ഹജ്ജ് നിർബന്ധമായ ഹജ്ജ് ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യേണ്ടതില്ല എന്നല്ല, ഹജ്ജിന്റെ സ്ഥാനത്താണ്, അതിന്റെ പ്രതിഫലം കിട്ടുമെന്നേ ഉള്ളൂ. ഹജ്ജ് വേറെ തന്നെ ചെയ്യണം. ഒരാള് ഒരു ഖത്ം ഓതാമെന്ന് നേർച്ചയാക്കിയാൽ സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠത പറയുന്നുണ്ടല്ലോ, ഖുർആന്റെ മൂന്നിലൊന്നാണ് എന്ന് കരുതി കുറെ പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതിയാകുകയില്ല. ആ ഒരു ശ്രേഷ്ഠതയും അതിന്റെ മഹത്വവും പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഹജ്ജ് ചെയ്ത സ്ഥാനത്താണ്. അതുകൊണ്ട് ഒരാൾ റമളാൻ മാസത്തിൽ പോയി ഉംറ ചെയ്താൽ പിന്നെയൊക്കെ ഹജ്ജ് നിർബന്ധമായ ഹജ്ജ് ബാധ്യത കടപ്പുണ്ടെങ്കിൽ അത് ആവശ്യമില്ല എന്ന് കരുതി പോകരുത്. പിന്നെ മഹത്വം പറഞ്ഞപ്പോൾ ഇങ്ങനെ സൂചിപ്പിച്ചതാണ്. സഹീൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാൽ ലഹു റയ്യാൻ. സ്വർഗ്ഗത്തിൽ റയ്യാൻ എന്ന ഒരു വാതിലുണ്ട്. യദ്ഖുലു മിൻഹു സായിമൂന യൗമൽ ഖിയാമത്ത്. ഖിയാമത്ത് നാളിൽ ആ വാതിലിലൂടെ നോമ്പുകാർ പ്രവേശിക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറു. നോമ്പുകാരല്ലാത്ത ഒരാളും അതുവഴി പ്രവേശിക്കുകയില്ല. യുഖാലു അയ്ന സായിമൂൻ. അപ്പോൾ അവിടെ ചോദിക്കപ്പെടും, എവിടെ നോമ്പുകാർ? ഫയഖൂമൂന ലാ യദ്ഖുലു മിൻഹും അഹദുൻ ഗൈറു. നോമ്പുകാരല്ലാത്ത ഒരാളും അവിടെ പ്രവേശിക്കുകയില്ല. ഫഇദാ ദഖലൂ ഉഗ്ലിക ഫലം യദ്ഖുലു മിൻഹു അഹദുൻ. നോമ്പുകാർ പ്രവേശിച്ചാൽ ആ വാതിൽ
അടയ്ക്കുകയും ചെയ്യും. അപ്പോ നോമ്പുകാർക്ക് സ്വർഗത്തിൽ പ്രത്യേകമായൊരു വാതിലുണ്ട്. ആ വാതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദാഹം ഉണ്ടാവുകയില്ല എന്ന് ഈ ഹദീസിന്റെ വിശദീകരണങ്ങളിൽ കാണാം. അപ്പോൾ സ്പെഷ്യൽ ഒരു വാതിലാണ് റയ്യാൻ എന്നുള്ളത്. നോമ്പുകാർ എന്ന് പറഞ്ഞാൽ അധികമായി നോമ്പെടുക്കുന്ന ആളുകൾ എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അധികമായി നോമ്പെടുക്കുന്ന ആളുകൾക്കാണ് ഈ റയ്യാൻ എന്ന് പറഞ്ഞ വാതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ടാകും. ഈ വാതിലിലൂടെ പ്രവേശിച്ചതിന് ശേഷമാണ് അവർ പ്രധാനപ്പെട്ട സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക. ഈ ഒരു വാതിലൂടെ കടക്കുമ്പോൾ തന്നെ അവർക്ക് സ്വർഗീയ ആനന്ദങ്ങൾ ലഭിച്ചു തുടങ്ങും. വിശിഷ്യ അവരുടെ ദാഹവും വിശപ്പും. അവർ ഈ ലോകത്ത് ദാഹവും വിശപ്പൊക്കെ സഹിച്ച് ഒരുപാട് നോമ്പെടുത്ത ആളുകളാണ്. അതുകൊണ്ട് ആ ഒരു നേട്ടം അവർക്ക് ലഭിക്കും. പിന്നെ മയനെ നോമ്പോടുകൂടി മരിക്കണം എന്നൊന്നുമില്ല. ധാരാളം നോമ്പെടുത്ത ആൾക്ക് അല്ലാഹു തആല പരലോകത്ത് നൽകുന്ന ഒരു ഗുണം ഈ ഹദീസിൽ വിശദീകരിച്ചതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ് വകാന അജ്വദു മാ യകൂനു ഫീ റമളാന ഹീന യൽഖാഹു ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ മാസത്തിൽ അങ്ങേയറ്റം ധർമ്മം ചെയ്യുന്ന ആളാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ തങ്ങൾ എല്ലാ റമളാനും കൂടുതൽ സമയം ജിബ്രീൽ അലൈഹിസ്സലാമുമായി സഹവസിക്കലും കണ്ടുമുട്ടലുമുണ്ട്. എല്ലാ റമളാനിന്റെ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലുമായി കണ്ടുമുട്ടുകയും അവിടുന്ന് പരസ്പരം ഖുർആൻ ഓതുകയും ചെയ്യുമായിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങോട്ട് ഖുർആൻ അതേവരെ ഇറക്കി കൊടുത്ത വഹി ഇറക്കി നൽകിയ ഖുർആൻ ഓതും. വിശ്വാസപദങ്ങൾ അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് മനഃപ്പാടമായത് ഇങ്ങോട്ടും ഓതിക്കൊടുക്കും. അങ്ങനെ ഒരു ഖുർആനുമായി കൂടുതൽ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു മാസം കൂടിയാണ് റമളാൻ. ഈ ഒരു ഹദീസാണ് ഖുർആൻ റമളാൻ മാസത്തിൽ കൂടുതൽ ഖുർആൻ ഓതുന്നതിനൊക്കെ നാം സാധാരണ തെളിവായി പറയാറുണ്ട്. വിശ്വാസപദങ്ങൾ സാധാരണയേക്കാൾ കൂടുതൽ ഖുർആൻ ഓതി കേൾപ്പിക്കുന്നു. നബി അലൈഹി സ്വലാത്തു വസ്സലാം സാധാരണയേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് ഖുർആൻ ഓതി കേൾപ്പിക്കുന്നു. ആദ്യം മുതൽ ഓരോ വർഷവും ഓതി കേൾപ്പിച്ച ഖുർആൻ ഹത്തമാക്കുന്നത് ഈ റമളാനിലാണ്. ആ നിലയ്ക്ക് ഒരു മാതൃക കൂടി റമളാൻ മാസത്തിലുണ്ട്. ഖുർആൻ നാം വിശുദ്ധ റമളാനിൽ കൂടുതൽ ഓതേണ്ടവരാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം സമയങ്ങളിൽ ഖുർആൻ ഓതാനുള്ള ശ്രമം ഉണ്ടാകണം. ഖുർആനിലെ ഓരോ സൂക്തങ്ങൾക്കും വലിയ പ്രത്യേകതകളുണ്ട്. ഖുർആന്റെ അർത്ഥം അറിയാതെ ഓതിയാൽ തന്നെ കൂലിയുണ്ട്. അർത്ഥം കൂടി അറിഞ്ഞുകൊണ്ട് ഓതിയാൽ അതിന് വലിയ ശ്രേഷ്ഠതയാണ്. ഖുർആൻ ഓതുമ്പോൾ അർത്ഥങ്ങൾ കൂടി ചിന്തിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഇഖ്ലാസ് വർദ്ധിക്കും. ഇതിലേക്ക് മുന്നിട്ട് എൻ്റെ ആദാബുകളൊക്കെ എല്ലാം പാലിച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അർത്ഥം അറിയാതെ ഓതിയാലും ഖുർആനിന് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. റമളാനിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഖത്തമെങ്കിലും നാം തീർക്കാൻ ശ്രമിക്കണം. ഇനി അങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ സ്ത്രീകൾക്ക് ഖുർആൻ ഓതാൻ പ്രയാസമുള്ള സമയങ്ങളാണെങ്കിൽ ഏതെങ്കിലും അറിയുന്ന സുഹൃത്തിൽ ഇഖ്ലാസ് പോലെയുള്ള സുഹൃത്തുക്കൾ 100-200 പ്രാവശ്യമൊക്കെ അതിന് പ്രത്യേക ശ്രേഷ്ഠതകൾ പറഞ്ഞതാണ്. 100 പ്രാവശ്യം ഓതുന്നതിനും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 200 പ്രാവശ്യമൊക്കെ ഓതുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതകളൊക്കെ ഹദീസിലുണ്ട്. അത് റമളാൻ മാസത്തിൽ കൂടിയാകുമ്പോൾ അതിൻ്റെ എണ്ണവും വണ്ണവും അതിൻ്റെ പ്രതിഫലവും ഒക്കെ വർദ്ധിക്കും. അപ്പൊ അങ്ങനെ പൂർണ്ണമായി ഓതാൻ കഴിയാത്തവർ ആ നിലയ്ക്കെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് 200 പ്രാവശ്യമോ അല്ലെങ്കിൽ 100 പ്രാവശ്യമോ ഒക്കെ ഓതാനുള്ള ശ്രമം കൂടി നടത്തും. ഹദീസുകളിൽ കാണാം 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ 1,00,000 ഒരു ദിവസം കൊണ്ട് കഴിയുന്ന സംഗതിയല്ലല്ലോ, ഒരുപാട് നാളെടുക്കും. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഘട്ടം ഘട്ടമായി ഓതിയാൽ മതി. അങ്ങനെ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ
അള്ളാഹു തആല നരകത്തിൽ നിന്ന് അവനിക്ക് സംരക്ഷണം നൽകും, നരകത്തിൽ പ്രവേശിക്കും. മാത്രമല്ല, മാനുഷികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവനിക്കുണ്ടെങ്കിൽ, മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതുവരെ അതുവരെ അള്ളാഹു തആല പൊറുക്കാനുള്ള കാരണമാകും. ആരെയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ മറ്റൊക്കെ പൊറുക്കാനുള്ള കാരണമാകും 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ. ഓരോ സൂറത്തുകൾക്കും അതിൻ്റെതായ ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ പറയാനുള്ള സമയം നമുക്കില്ലല്ലോ. അപ്പോൾ കഴിയുന്ന സൂറത്തുകൾ നാം വിശുദ്ധ റമദാനിൽ ഓതുക. അതുപോലെ മഗ്‌രിബിന് ശേഷവും സൂറത്തുൽ മുൽക്കും അതുപോലെയുള്ള സൂറത്തുകളും സൂറത്തുൽ വാഖിയയും സൂറത്ത് യാസീനും ഒക്കെ മഗ്‌രിബിന് ശേഷമുള്ള രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയത്ത് ഓതി തീർക്കാൻ ശ്രമിക്കും. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അവരോടുള്ള മലക്കിന്റെ ചോദ്യം ലളിതമായ ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചോദ്യം തന്നെ അവർക്കുണ്ടാവുകയില്ല എന്നും ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം സൂറത്തുകൾ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഖത്തമുൽ ഖുർആൻ ഓതുക. ഈ ഖത്തമുൽ ഖുർആൻ ഓതിയതിനു ശേഷം, ഖുർആൻ ഖത്തം ചെയ്തതിന് ശേഷമുള്ള ദുആയ്ക്ക് പ്രത്യേകം ഇജാബത്തുള്ള ദുആയാണ്. ആ സമയത്ത് ദുആ ചെയ്യുമ്പോൾ ഒരുപാട് മലക്കുകൾ ആ സമയത്ത് സന്നിഹിതരാകുമെന്നും അവർ ദുആയ്ക്ക് ആമീൻ പറയുമെന്നൊക്കെ ഹദീസിൽ വന്നു. അവരെ നമ്മൾ കണ്ടില്ല എങ്കിലും അവരുടെ സാന്നിധ്യമൊക്കെ ആ സമയത്ത് ഉണ്ടാകും. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിൻ റീഹിൽ മുർസല. അവിടുന്ന് അങ്ങേയറ്റം ധർമ്മം ചെയ്യുന്ന ആളായിരിക്കും. അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയുള്ള ധർമ്മമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റമദാൻ മാസത്തിലുള്ളത്. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ, റമദാൻ മാസമാകുമ്പോൾ പിരിവും സംഭാവന കൊടുക്കുക എല്ലാം കൂടുതലാണ്. ആൾക്കാർ കൊടുക്കുകയും ചെയ്യും, ചോദിക്കാനും ആൾക്കാർ ശരിക്കും. വിശ്വാസമതങ്ങൾ ഇങ്ങനെയായിരുന്നു. റമദാൻ ആയിക്കഴിഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവിടുത്തെ കയ്യിലുള്ള എല്ലാ കാശുകളും കൊടുത്തു തീർക്കുമായിരുന്നു, സദഖ ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും പള്ളിയുടെ ആവശ്യത്തിനോ സ്ഥാപനങ്ങളുടെ പേരിലോ ആരെങ്കിലും സഹായം ചോദിച്ച് വിശുദ്ധ റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴൊക്കെ വരുന്നു, നമ്മുടെ കയ്യിൽ ഉള്ളത് കൊടുക്കും. അവരെ ആക്ഷേപിച്ചു വിടാനോ പരിഹസിക്കാനൊന്നും പാടില്ല. ഷെയ്ഖ് ഖദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നിങ്ങളുടെ മുമ്പിൽ സദഖ ആവശ്യപ്പെട്ടുകൊണ്ട്, സംഭാവന ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവർ നിങ്ങൾക്കുള്ള സമ്മാനവുമായിട്ടാണ് വരുന്നത്. നമ്മൾ സാധാരണ ആരെങ്കിലും കണ്ട ചില ആളുകൾ കഥയോടെ ശകത്തേക്ക് പോകാറുണ്ട്, പിന്നെ ബെല്ലടിച്ചാൽ അനക്കം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞാൽ അവർ വന്ന് നിങ്ങളോട് സദഖ ചോദിക്കുമ്പോൾ നിങ്ങൾ സദഖ കൊടുക്കുന്നു. അത് കാരണം നിങ്ങൾക്ക് അല്ലാഹു തആലയുടെ പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കും. അപ്പൊ അതിന് കാരണമായവർ ആ സദഖ ചോദിച്ച് നിങ്ങളുടെ മുന്നിൽ വന്നവരാണല്ലോ. അവരുടെ ദുആയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണമാണ്. സദഖകൾ പരമാവധി രഹസ്യമായി ചെയ്യുക. വലത് കൈ അറിയുന്നവര് ഇടത്തെ കൈ അറിയരുതെന്ന് പറയുന്നുണ്ടല്ലോ ഹദീസ്. വളരെ രഹസ്യമായിട്ടാകണം സദഖ ചെയ്യുന്നത്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണപ്പെട്ടപ്പോൾ അവിടുത്തെ ഈ തോള് ഭാഗത്ത് വലിയൊരു പാടുണ്ടായിരുന്നു. എന്തായിരുന്നു? അവിടുന്ന് രാത്രി സമയങ്ങളിൽ ആരും അറിയാതെ വലിയ കൊട്ടയൊക്കെ ചുമന്ന്, സാധനങ്ങളൊക്കെ ചുമന്ന് ആ നാട്ടിലെ പാവങ്ങളായ ആളുകൾക്ക് സന്ദർശിച്ച് അവർ കൊണ്ടുകൊടുക്കും. അവർക്കുള്ള ഭക്ഷണങ്ങൾ ഓരോ ദിവസം രാത്രിനെ കൊണ്ടുപോകും. ആ നാട്ടിലെ ആളുകൾ അന്ന് ജീവിച്ചിരുന്നത് മഹാനവറുകൾ കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു. മഹാനവറുകളുടെ വഫാത്തായപ്പോൾ ഈ ആളുകളൊക്കെ കരഞ്ഞുകൊണ്ട് വന്നതാണ്. അവർക്ക് പിന്നെ ഭക്ഷണം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഈ രഹസ്യം പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് കുളിപ്പിച്ച ആളുകൾ പറയുന്നത് അവരുടെ 2 ചുമരിലും നല്ല കറുത്ത പാടുണ്ടായിരുന്നു. രഹസ്യമായി ചെയ്ത വലിയൊരു സത്യം. രഹസ്യമായി ചെയ്യുമ്പോൾ എന്തായാലും ആരുടെയും എന്തെങ്കിലും പേരിനോ പ്രശസ്തിക്കോ പേപ്പറിൽ വരാനോ നോട്ടീസിൽ പേര് വരാനോ ഒന്നും ആയിരിക്കില്ലല്ലോ. അള്ളാഹ് എന്നൊരു ചിന്ത വെച്ച് മാത്രമായിരിക്കും അവര് സദഖ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സാധാരണ പ്രത്യക്ഷത്തിൽ ചെയ്യുന്ന സദഖയേക്കാൾ 70 ഇരട്ടി പ്രതിഫലമാണ് രഹസ്യമായി ചെയ്യുന്ന സദഖകൾക്കുള്ളത്. ആരും അറിയാതെ ചില ആളുകൾക്ക് സദഖ കൊടുത്തിട്ട് 100 രൂപ കൊടുത്തിട്ട് പള്ളിയിൽ പേര് വായിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോകണം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്തതാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു നടക്കണം. ചില ആളുകൾ ആർക്കെങ്കിലും ഒരു 1000-500 കൊടുത്താൽ പിന്നെ അത് പറഞ്ഞു നടക്കും. അതൊക്കെ നമ്മളെ പ്രതിഫലം ഇല്ലാതാക്കുന്നതാണ്.
ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് പള്ളി വെച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മഹാനവറുകൾ അവർ ഒരാളുടെ ഉള്ളറിയുന്നവരാണല്ലോ, അവർക്ക് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ. അപ്പൊ അയാളോട് ചോദിച്ചു, ഓക്കെ പള്ളി വെക്കാം, നിങ്ങളുടെ കാശിന് പള്ളി വെക്കാം, പക്ഷേ പള്ളിയിൽ നിങ്ങളുടെ പേരെഴുതി വെക്കുകയില്ല, വേറൊരാളുടെ പേരെഴുതി വെക്കും, സമ്മതമാണെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അത് ശരിയാവുകയില്ല, അതെനിക്ക് സഹിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിന്റെ കാശ് എനിക്ക് വേണ്ട, അത് ഞാൻ പള്ളിയിൽ വെക്കുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അപ്പൊ എന്താണ്, അപ്പൊ നമ്മുടെ മനസ്സിൽ നല്ല നീയത്താണ്, അള്ളാഹുവിനടുക്കൽ പേര് വരണം, അഡ്രസ് അള്ളാഹുവിനടുക്കലാണ് അഡ്രസ് വരേണ്ടത് എന്ന് ചിന്തിച്ചാൽ പിന്നെ അവിടെ പേര് വായിച്ചില്ലെങ്കിൽ എന്തിന് വിഷയം ഉണ്ടാക്കണം, എന്തിന് പ്രശ്നം ഉണ്ടാക്കണം? അങ്ങനെ ചിന്ത ഒരാൾക്ക് വരികയില്ലല്ലോ. സദക്കുകൾ രഹസ്യമായി തന്നെ ചെയ്യും. പിന്നെ ചില സ്ഥലങ്ങളിൽ പരസ്യമായിട്ടുള്ള മജ്‌ലിസ് ആണെങ്കിൽ പരസ്യമായിട്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ മനസ്സിൽ റിയാവോ മറ്റൊന്നും വരാതിരിക്കാനുള്ള ശ്രദ്ധയും നാം ഉണ്ടാക്കും. മഹാന്മാർ പറഞ്ഞത് കാണാം, പുതിയ വസ്ത്രം വാങ്ങുമ്പോൾ നമ്മുടെ പഴയ വസ്ത്രം അത് ആർക്കെങ്കിലും സദക്ക കൊടുക്കൽ സുന്നത്താണ്. പുതിയ വസ്ത്രം വാങ്ങുമ്പോൾ ഒരു പഴയ വസ്ത്രം, നമ്മൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം തന്നെ, അതൊരാൾക്ക് സദക്ക കൊടുക്കുക എന്നുള്ളത് അത് കൂലിയുള്ള കാര്യമാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞത് കാണാം. അതുപോലെ ബിസ്മി ചൊല്ലി സദക്ക കൊടുക്കുക. എന്തെങ്കിലും ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, ലുക്മാൻ റളിയല്ലാഹു പറഞ്ഞത് കാണാം, ഒരു തെറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ വേഗത്തിൽ സദക്ക നൽകി കഴിഞ്ഞാൽ അതിൽ നിന്ന് അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകും. നമ്മൾ സദക്കയിൽ മുന്തിക്കേണ്ട നമ്മുടെ ബന്ധുക്കളെയാണ്. നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും പാവങ്ങളുണ്ടോ എന്നാദ്യം നോക്കും. എന്നിട്ട് പിന്നെ നോക്കേണ്ടത് അയൽവാസികളായ ബന്ധുക്കൾ. ആദ്യം നോക്കേണ്ടത് അയൽവാസിയാണ്, ബന്ധുക്കളുമാണ്. അപ്പൊ അങ്ങനെ നമ്മളോട് ഫുൾ അടുത്ത് നിൽക്കുന്ന ആളുകളെയാണ്, പിന്നെ അയൽവാസികളെ. ആ നിലയ്ക്ക് ബന്ധവും നമ്മുടെ സ്വന്തം പെങ്ങള്, അല്ലെങ്കിൽ ആ നിലയ്ക്ക് അടുത്ത ആളുകൾ, ശേഷം അയൽവാസികൾ, ഈ രൂപത്തിലായിരിക്കണം നമ്മുടെ സദക്കയിൽ പരിഗണിക്കേണ്ടത്. പക്ഷെ പല ആളുകളും സ്വന്തം കുടുംബത്തിൽ ഒന്നുമില്ലാത്ത, വളരെ പ്രയാസപ്പെടുന്ന, ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത ആളുകളുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാതെ വേറെന്തെങ്കിലും സംഗതി കൊണ്ട് കൊടുക്കും. കൂലി കിട്ടും, എന്നാലും ഏറ്റവും ആവശ്യക്കാർ ഇവരാണല്ലോ. നമ്മൾ പള്ളിക്ക്, സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചാരിറ്റികൾക്ക് വേണ്ടി കൊടുക്കുന്നു. അതേസമയം നമ്മുടെ സ്വന്തം പെങ്ങളിലൂടെ പട്ടിണി അടയ്ക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. അവർക്കാണ് നാം ആദ്യം ഈ സദക്കയിൽ മുന്തിക്കേണ്ടത്. ചിലപ്പോൾ ഈ പള്ളിക്ക് കൊടുത്ത 10 ആളുകൾ അറിയും, ചാരിറ്റിക്ക് കൊടുത്ത കുറെ ആൾക്കാർ അറിയും. സ്വന്തം പെങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കൾക്ക് കൊടുത്താൽ അത് ആരും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് എന്ന് ഇമാം ഗസാലി അടക്കമുള്ള ആളുകൾ അതിനെ നിരീക്ഷിച്ചത് കാണാം. അപ്പൊ ഏതായാലും സദക്കകൾ സജീവമാക്കേണ്ട മാസമാണ് വിശുദ്ധ റമദാൻ. സദക്ക ചോദിച്ചു കൊണ്ടുവരുന്ന ആരെയും നാം കുറ്റപ്പെടുത്താനും നിരാശപ്പെടുത്താനും പാടില്ല. നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കുക, ഒന്നുമില്ലെങ്കിൽ അത് പിന്നീട് പരിഗണിക്കാം എന്ന മാന്യമായ വാക്ക് പറഞ്ഞുകൊണ്ടായിരിക്കണം നാം അവരെ മടക്കി വയ്ക്കേണ്ടത്. സദക്കയ്ക്കുള്ള വേറെ നേട്ടം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരാൾ പള്ളി വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തു, പക്ഷെ അയാൾ റിയാഓട് കൂടിയാണ് ചെയ്തത്, ആൾക്കാർ കാണാൻ വേണ്ടിയാണ് ചെയ്തത്. എന്നാലും വേറെ നിലയ്ക്ക് അയാൾക്ക് ഗുണം കിട്ടും. എന്താണ്, അവിടെ വരുന്ന ആളുകൾ ദുആ ചെയ്യുമല്ലോ, ഈ പള്ളി വെച്ചു കൊടുത്ത ആൾക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹു, സാലിഹ്യങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ ഇദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത. സദക്ക ചെയ്താൽ ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് ഗുണം കിട്ടും. സദക്ക ചെയ്തതിന്റെ പ്രതിഫലം റിയാ കാരണം നഷ്ടപ്പെട്ടാലും ആ സാധനം കിട്ടിയ ആള് ആ ഒരു സന്തോഷം കൊണ്ട് അവർ ദുആ ചെയ്യുമല്ലോ, ആ ദുആയുടെ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള കാരണമാകും. ഇന്നത്തെ ക്ലാസ് ചുരുക്കം. നമ്മൾ 10:30 പറഞ്ഞത്, കുറച്ച് സമയം കൂടി അധികമായിട്ടുണ്ട്. ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും ഓൺലൈനിൽ എല്ലാവർക്കും ഒരുപാട് സമയം ഇരിക്കാൻ പ്രയാസമാകുന്നതുകൊണ്ടാണ് വിഷയങ്ങൾ വേഗം ചുരുക്കി പറഞ്ഞു പോകുന്നത്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ.
അള്ളാഹു തൃപ്തിപ്പെടുന്ന മജ്‌ലിസുകളിൽ നമ്മുടെ ഈ മജ്‌ലിസ് അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10 അള്ളാഹു പൂർണ്ണമായും അള്ളാഹു റഹ്മത്തിൻ്റെ 10 നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. അതുപോലെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവരുടെയൊക്കെ ഉള്ളിൽ ആവശ്യങ്ങൾ എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാൻ. അവരുടെ മനസ്സിലെ വിഷമങ്ങൾ, വേദനകൾ എല്ലാം നീ മാറ്റി കൊടുക്കണം അള്ളാഹ്. എന്തൊക്കെ ആഗ്രഹങ്ങൾ ആരുടെയൊക്കെ മനസ്സിലുണ്ടോ